ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ആരാധന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പെന്തക്കോസ്ത ഞായറാഴ്ചയുടെ എവൻഗേലിയൻ വായനകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. 104-ാമത്തെ സങ്കീർത്തനം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അവിടെ നയിക്കുന്നു, അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമുഖത്തെ പുതുതാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് അയക്കപ്പെടുന്നു, അവ കൊണ്ടെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു, ഭൂമുഖത്തെ പുതുതാക്കുകയും ചെയ്യുന്നു. ഇത് വായനകൾ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപ ധാരാളമായി വർഷിക്കണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത ദിവസത്തെ വായനകൾ സന്ധ്യയുടെ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 31 വരെ വാക്യങ്ങളാണ്. പ്രഭാത വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 20 മുതൽ 16-ാം അധ്യായത്തിൻ്റെ 15 വരെ വാക്യങ്ങളാണ്. പഴയ നിയമ വായനകൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളും, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 18 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 6 മുതൽ 16 വരെ വാക്യങ്ങളും, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 16, 17 വാക്യങ്ങളും 26 മുതൽ 29 വരെ വാക്യങ്ങളുമാണ്. 1 ശമൂവേൽ 10-ാം അധ്യായം 9 മുതൽ 12 വരെ വാക്യങ്ങളുണ്ട്. എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായം 17 മുതൽ 20 വരെ വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 17 മുതൽ വാക്യങ്ങൾ. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7 മുതൽ 19 വരെ വാക്യങ്ങൾ. 8 വായനകളാണ് പഴയ നിയമത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ലേഖനങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളും, 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളാണ്. ഇനി മുട്ടുകുത്തലിൻ്റെ പെന്തക്കോസ്തയുടെ പ്രത്യേക ക്രമത്തിൽ 1-ാം ശുശ്രൂഷയിലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളും, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 24 മുതൽ 14-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും, ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളും, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 20 മുതൽ 25 വരെ വാക്യങ്ങളും, ശുദ്ധമുള്ള എവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളുമാണ്. 2-ാം ക്രമത്തിലെ ശുശ്രൂഷയുടെ പഴമ വായന 2 രാജാക്കന്മാർ 2-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യങ്ങളും, യോവേൽ പ്രവചനം 2-ാം അധ്യായം 25 മുതൽ 32 വരെ വാക്യങ്ങളും, ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8 മുതൽ 12 വരെയും, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26 മുതൽ 31 വരെയും, വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 24 വരെയും, 3-ാമത്തെ ശുശ്രൂഷയിൽ പഴമ വായന സംഖ്യാപുസ്തകം 11-ാം അധ്യായം 16 മുതൽ 35 വരെ വാക്യങ്ങളും, 2 ശമൂവേൽ 10-ാം അധ്യായം 9 മുതൽ 15 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 12-ന്റെ 1 മുതൽ 27 വരെ വാക്യങ്ങളാണ്. എവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങളും, 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, ഇത്രയും വായനകളാണ് ഏകദേശം
27 വായനകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുമല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ അല്പസമയം ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു തൻ്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുകയും തനിക്ക് പകരം ശിഷ്യന്മാരോടുകൂടെ ലോകത്തായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അങ്ങനെ ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുകയും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ വാക്യങ്ങൾ പാപം മൂലം പിൻവലിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ഉൽപ്പത്തി 6:3 നമ്മളങ്ങനെ വായിക്കുന്നത്, എന്നാളും മനുഷ്യനിൽ എൻ്റെ ആത്മാവ് വസിക്കില്ല, അവർ പാപത്തിന് ജഡത്തിന് അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ പിൻവലിക്കുകയാണ്. പിന്നെ 6-ാം അധ്യായം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവരെ ഉന്മൂലനം നശിപ്പിക്കുകയാണ് ദൈവം, നോഹയൊഴികെ. അങ്ങനെ വീണ്ടും ആ പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു, മനുഷ്യരിൽ വസിക്കാനിടയായി. 1 കൊരിന്ത്യർ 3:16 അങ്ങനെയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വചനങ്ങളൊക്കെ ധ്യാനിച്ചു പോയതാണ്. ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന ആ തിരുവചനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ പെരുന്നാൾ ദിവസം ഒരു പുതിയ സമൂഹം അല്ലെങ്കിൽ സഭ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇടയായി എന്നുള്ളതാണ്. എബ്രായർ പെന്തക്കോസ്ത് പെരുന്നാൾ നീസാൻ മാസം 16-ാം തീയതിക്ക് ശേഷം 50-ാം ദിവസം ആചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. ലേവ്യർ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. എന്തിനാണ് അവരെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, അത് സീനായ് പർവ്വതത്തിൽ വെച്ചത് കർത്താവ് മോശ വഴി കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെയും കൽപ്പനകളുടെയും കൊയ്ത്തിൻ്റെയും വിളവുകളുടെയൊക്കെ ഓർമ്മയായിട്ടാണ് അവരത് ആചരിച്ചു പോകുന്നത്. ആഴ്ചയിലൊരിക്കലും, 7 വർഷത്തിലൊരിക്കലും, 50 വർഷത്തിലൊരിക്കലും ഇത് ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലും ഈ രീതി ആവർത്തിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി, ദൈവം തിരുവിഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുന്നോടിയായി പറയുന്നത് യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ്. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്, എന്നാലും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും.
മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എബ്രായർ, യഹൂദർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ ദൈവം തൻ്റെ മക്കളെ രക്ഷിച്ചുകൊണ്ട് വന്ന അതിൻ്റെ ഓർമ്മയായിട്ടും അവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ ഓർമ്മയായിട്ടാണ്, അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും നൽകിയതിൻ്റെ ഓർമ്മയായിട്ടാണ് അവർ പെന്തക്കോസ്ത പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിൽ, ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മുടെ പെസഹ പെരുന്നാൾ യേശുക്രിസ്തു നമുക്ക് നീതിയും സാഹോദര്യവും സമത്വവും എന്തെന്ന് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും അത് കർത്താവിൻ്റെയും അവൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു പുതിയ ജീവിതശൈലി നമുക്ക് നൽകിയതിൻ്റെയും ഓർമ്മയാണ്, അതിൻ്റെ അനുസ്മരണമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ ദൈവരഹസ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരു നാശമോ ദോഷമോ ഉണ്ടാവുകയില്ല, ആരും ചെയ്യില്ല എന്നാണ് പറയുന്നത്. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് പോലെ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ഭൂമി നിറയും. എല്ലായിടത്തും യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുമെന്ന് പറയുകയാണ്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഭാഗം തന്നെയാണ് യേശു എടുത്ത് പറയുന്നത്. 4:18-19 വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതലും പീഡിതർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കും ഈ പെന്തക്കോസ്തി പെരുന്നാൾ ആഘോഷിക്കാൻ കാരണമാകുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവും നമുക്ക് പിതാവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു വത്സരം, ഒരനുഭവം തന്നിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിൽ. അതിൻ്റെ ആത്മനിറവിലാണ് നമ്മളും ഇന്നായിരിക്കുന്നത്. എന്തൊക്കെയാണ്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏത് തലത്തിലുള്ളവരോടും സുവിശേഷം അറിയിക്കാൻ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ആരും അടിമപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിച്ച് ജീവിക്കുമെന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്കും അതേ സ്വാതന്ത്ര്യം കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ പെന്തക്കോസ്ത പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, വലിയ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പെരുന്നാളാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്. എബ്രായരുടെ പെരുന്നാളിൻ്റെ മുന്നോടിയായി അവർക്ക് ന്യായപ്രമാണം കൊടുത്തത് സീനായ് പർവ്വതത്തിൽ മേഘങ്ങളോടും വലിയ പുകയോടൊക്കെ കൂടിയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ, അതിൻ്റെ നടുവിലാണ് വന്നതെങ്കിൽ, ഇവിടെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത് അഗ്നിനാവുകളുടെ രൂപത്തിലാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് യഹൂദരുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന തീർത്ഥാടകരുടെയും സാന്നിധ്യത്തിലാണ് അത് സംഭവിച്ചത്. എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാവുന്ന രീതിയിലാണത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതിൻ്റെ കാരണം എന്താണ്?
ശിഷ്യന്മാർ തുടർച്ചയായ പ്രാർത്ഥനകളും തീക്ഷ്ണമായ കാത്തിരിപ്പും ജാഗരണവും കൊണ്ട് നിറഞ്ഞ 10-ാം ദിവസമാണ്. വലിയ പ്രത്യാശയോടെ, വലിയ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ബാബേലിൽ വെച്ച് മനുഷ്യരുടെ അഹങ്കാരം കൊണ്ട് അവരുടെ ഭാഷ കലങ്ങിയെങ്കിൽ, പ്രിയമുള്ളവരെ, എളിമയും വിനയവും നിറഞ്ഞ ശ്ലീഹന്മാരിൽ യോജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതാണ് പ്രത്യേകത. എല്ലാവരുടെ ഭാഷ ഒരേ ഭാഷയായി മാറി. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഭാഷ നമുക്ക് മനസ്സിലാകും. എല്ലാവരുടെയും ഭാഷ മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിത രീതിയും എല്ലാവരുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏവരെയും നമുക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയും. എല്ലാവരെയും മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമല്ലോ. ഒരുപക്ഷെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ്? അവർ യോഹന്നാൻ്റെ സുവിശേഷം, ഈ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടുകൂടി 120 പേര് ഈ വലിയ ജാഗരണവും പ്രാർത്ഥനയും കാത്തിരിപ്പൊക്കെ ആയിട്ടിരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ഉള്ള ഭാഗങ്ങൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരുന്നു എന്ന് അനുമാനിക്കാമെന്നാണ് പറയുന്നത്. നമ്മളും ഈ ദിവസങ്ങളിൽ, പ്രിയമുള്ളവരെ, ഈ വായനകളൊക്കെ ധ്യാനിച്ച് വരണമെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തു പറഞ്ഞിട്ടാണ് അവരവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അമ്മയോടുകൂടെയാണ് 120 പേരാണ് അവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ച സകല കാര്യങ്ങളും അവർക്ക് വ്യക്തമായി മനസ്സിലായി. അവർ ശക്തിയോടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് പ്രസംഗിച്ചു. വളരെ ശക്തമായി തന്നെ അവരത് നിവർത്തിച്ചു. നമുക്കും അത് കഴിയണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കത് വളരെ ശക്തമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ആയിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കുതിരപ്പടയുടെ മേൽ കയറി വന്നു വിജയം ഭരിച്ച കർത്താവിനെ അവർ പ്രകീർത്തിക്കുന്നൊരു ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കുതിരയെയും കുതിരക്കാരെന്ന് പറഞ്ഞാൽ ഫറവോയുടെ സൈന്യത്തെ, ഇസ്രായേലിനെ പിന്തുടർന്ന സകലരെയും ദൈവം ഉന്മൂലനം ചെയ്തു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മുടെ പെന്തക്കോസ്ത ശുശ്രൂഷയ്ക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇരുൾ മഞ്ഞൾ മൂടിക്കിടന്നിരുന്ന ദൈവത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന ന്യായപ്രമാണത്തെ വിക്കനായ മോശ വാഗ്ചാതുര്യത്തോടെ വായിച്ചു. അവൻ്റെ മനസ്സിൽ നിന്ന് ലൗകികങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ വിശുദ്ധാത്മാവിൻ്റെ അറിവിൽ അവൻ ഉന്നതനായി ദിവ്യസ്തോത്രങ്ങളെ ഉച്ചരിച്ചു. ആടിനെ മേയിച്ച് നടന്ന മോശ, വിക്കനായ മോശ, ലൗകിക കാര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായപ്പോൾ ഈ കുതിരപ്പടയുടെ മേൽ വിജയം കൊണ്ട
അവരെ ഉന്മൂലനം ചെയ്ത പ്രബലനായ കർത്താവ് വിക്കനായ മോശയെ പരിശുദ്ധാത്മാവിനാൽ ദിവ്യമായ സ്തോത്രങ്ങളെ ഉച്ചരിക്കുവാനിടയാക്കിയെന്ന്. നമുക്കും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വെടിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളെ വെടിഞ്ഞാൽ ഈ വലിയ സഹായം ദൈവം നമുക്ക് ചെയ്തു തരും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാണ്. ദൈവമായ യഹോവ ബലവാനും മഹത്വമുള്ളവനുമാകുന്നു എന്ന് പറയുകയാണ്. അവൻ നമുക്ക് രക്ഷകനായി തീർന്നു. പിതാക്കന്മാരിങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, ഭയങ്കരനും പരിശുദ്ധനും സ്തുത്യർഹനുമായവൻ അരുളി ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ സ്നേഹിതരും സഖികളുമായവരെ വഞ്ചിക്കുന്നവൻ നിങ്ങളിൽ ഉണ്ടാവുകയില്ല. പെന്തക്കോസ്താ ശുശ്രൂഷയുടെ മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയുടെ 1-ാം ക്രമത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. ഭയങ്കരനും പരിശുദ്ധനും സ്തുത്യർഹനുമായവൻ അരുളി ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ സ്നേഹിതരും സഖികളുമായവരെ വഞ്ചിക്കുന്നവൻ നിങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇതാ ഞാൻ പിതാവിൻ്റെ മഹത്വ സിംഹാസനത്തിലിരിക്കുന്നു. വിശുദ്ധാത്മാവിനാൽ പ്രശോഭിതരാകുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അവൻ്റെ ദാനത്തെ ഞാൻ ചൊരിയുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രശോഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അവൻ്റെ ദാനത്തെ ഞാൻ ചൊരിയുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആഗ്രഹിക്കണം. ഒരു പെരുന്നാളാണെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ യഹൂദന്മാരുടെ പെരുന്നാളിൻ്റെ അവസ്ഥയെ നമുക്കുണ്ടാകുകയുള്ളൂ. ആദ്യകാലമുണ്ടായിരുന്ന ദൈവസ്നേഹമൊന്നും അവർക്ക് പിൽക്കാലത്തുണ്ടായില്ല. അവർക്ക് ആത്മാവിനാൽ ഒന്നും വിവേചിക്കാൻ കഴിഞ്ഞില്ല. ആത്മാവിനാൽ അവർക്ക് ജ്ഞാനം കൊണ്ട് നിറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ നിക്കോദേമസിനെ പോലെ, അരിമത്യാക്കാരൻ ജോസഫിനെ പോലെയുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ യേശുവിനെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതും പലപ്പോഴും അവർ ഭയന്നും ഒക്കെയാണ് ചെയ്തിരുന്നതെന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ആത്മാവിനാൽ വിവേചിക്കാൻ കഴിയാതെ പോയാൽ ഈ വിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കില്ല. ആഗ്രഹിക്കുന്നവരുടെ മേൽ അവൻ്റെ ദാനത്തെ അവൻ ചൊരിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് അവരിങ്ങനെ സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരോട് മാലാഖ പറഞ്ഞു, ദൈവദൂതൻ പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിന് മുകളിലേക്ക് ഉറ്റുനോക്കുന്നു? അവൻ പോയതുപോലെ തന്നെ തിരികെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആശ്വാസത്തോടും സന്തോഷത്തോടും അവരുടെ ദുഃഖമെല്ലാം അവസാനിച്ച് അവർ ആ വിസ്മരണീയ കാഴ്ച കണ്ടതിൻ്റെ വെളിച്ചത്തിൽ അവരോട് വാഗ്ദത്തം ചെയ്ത് അവരെ കാത്തിരിപ്പിന് സമാപ്തി കുറിച്ചുകൊണ്ട് അവരോട് വാഗ്ദത്തം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ തീനാവുകളുടെ സദൃശത്തിൽ അവരുടെ മേൽ ഭാഗിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളും കാത്തിരിപ്പിൻ്റെ സമാപ്തിയിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം ദൈവകൃപ നേടേണ്ടിയിരിക്കുന്നു. ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്താ ശുശ്രൂഷയുടെ
ഒന്നാമത്തെ ശുശ്രൂഷയിൽ എൻ്റെ സെദ്രായിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്. അവൻ സത്യരൂഹ എന്നാകും. പരിശുദ്ധാത്മാവ് സത്യവാനാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, പരിശുദ്ധ റൂഹായുടെ സ്വഭാവം ആശ്വസിപ്പിക്കുന്ന റൂഹായാണ്. ഏതൊരു സങ്കടത്തിലും നമ്മളെ ആശ്വസിപ്പിക്കും. രാജകീയ റൂഹായാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുകളിലാണ്. ഉത്തമ റൂഹായാകുന്നു, പൂർണ്ണനാണ്. ജ്ഞാനത്തിൻ്റെ റൂഹായും പരാക്രമത്തിൻ്റെ റൂഹായും അറിവിൻ്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. ദൈവിക ജ്ഞാനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മളെല്ലാം ആരെങ്കിലുമൊക്കെ അറിവ് കുറവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജ്ഞാനം നിറയും. പരാക്രമത്തിൻ്റെ റൂഹായാണ് എന്ന് പറഞ്ഞാൽ വളരെ തീഷ്ണതയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ആത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ തീഷ്ണമായി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. അറിവിൻ്റെ റൂഹായാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ള അറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പൂർത്തീകരിക്കുന്ന റൂഹായാണ്. ഇടയ്ക്കിട്ടിട്ട് പോകില്ല. തുടങ്ങി വെച്ചത് അവസാനം വരെ നമ്മളെ എത്തിക്കുന്ന റൂഹായാണ്. നിറവേറ്റുന്ന റൂഹായാണ്. നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി തരുന്ന റൂഹായാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും POC ബൈബിളിലൊക്കെ തോബീതിൻ്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അവിടെ തോബീതിൻ്റെ മകനായ കൊച്ചു തോബീതിന് കൂട്ടുപോകുന്നത് ദൈവത്തിൻ്റെ ഒരു മാലാഖയാണ്. ആ മാലാഖ അവൻ്റെ കൂടെ പോയി തിരിച്ചു വന്ന് ആ അപ്പൻ അവനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏൽപ്പിച്ച മകനെ അതെല്ലാം നിറവേറ്റി തീർത്തതിന് ശേഷമാണ് ആ മാലാഖ താൻ ആരാണെന്ന് തനിക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട അവനെ അയച്ച സ്ഥലത്തേക്ക് തന്നെ അവൻ തിരിച്ചു പോയത്. ഈ മാലാഖ അന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് പിതാക്കന്മാർ പറയുന്നു എല്ലാം നിറവേറ്റി തന്നതിന് ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന്. ഇനിയുണ്ട് റൂഹായുടെ പ്രത്യേകത. റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു. യേശുവും പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു. റൂഹ ശിഷ്യന്മാർക്ക് ജ്ഞാനം നൽകുന്നു. റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു. റൂഹ ശിഷ്യന്മാർക്ക് ജ്ഞാനം നൽകുന്നു. റൂഹ സഹോദരന്മാർക്ക് ബലം നൽകുന്നു. റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു. റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു. റൂഹ ബലവാനാകുന്നു. റൂഹ സർവശക്തനാകുന്നു. റൂഹ പ്രകൃത്യാ നിർമ്മലനും വിവിധതരം വ്യാപാരങ്ങളോട് കൂടിയവനുമാകുന്നു. ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു. ബൈബിൾ ഉടനീളം ഈ ദിവ്യദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു എന്ന് നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. റൂഹ സഹോദരന്മാർക്ക് ബലം നൽകുന്നു. ഞാനിങ്ങനെ വിശുദ്ധന്മാരുടെ പ്രത്യേകിച്ച് സഹോദരന്മാരുടെ ഒക്കെ പുസ്തകങ്ങളാവില്ലേ, അവരുടെ ജീവചരിത്രങ്ങളൊക്കെ ചെറുതാണെങ്കിലും വായിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു, എനിക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. മർത്തസ് മുനിയും അവരുടെ 7 മക്കളും അതിക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ 3 വയസ്സുകാരൻ കുര്യാക്കോസ് സഹദായും അവരുടെ അമ്മ യൂലിത്തിയൊക്കെ ആ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഇതെങ്ങനെ സാധിക്കും, നമ്മളൊക്കെ ഭയന്നു പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച നാളിൽ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത്.
റൂഹ സഹോദരന്മാർക്ക് ബലം നൽകുന്നു. ആ സമയമാകുമ്പോൾ അങ്ങനെ ഒരു വിളിയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ, അവിടെ ആ സമയത്ത് പരിശുദ്ധാത്മാവാണ് ബലം നൽകുന്നത്, നമ്മുടെ കഴിവിലല്ല എന്നൊരു തിരിച്ചറിവ്. തന്നെയുമല്ല, റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവരെയാണല്ലോ മൽപ്പാന്മാരെന്ന് വിളിക്കുന്നത്, ഗുരുക്കന്മാർ. അവരെ നയിക്കുന്നത് റൂഹായാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മൽപ്പാന്മാരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു, കാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഗുണകരമാകുന്ന നല്ല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ആളുകൾ ചെയ്യുന്നു. റൂഹ ബലവാനാകുന്നു. കഴിവ് പറഞ്ഞ ഒരാളെ അല്ല കൂട്ടുപിടിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതുപോലെ റൂഹ ബലവാനാകുന്നു. റൂഹ ബലവാനാകുന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വാതിൽ തുറന്ന് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് റൂഹ. ഒന്നാം കവാടവും രണ്ടാം കവാടവും കടത്തി പൗലോസിനെയും ശീലാസിനെയും മൂന്നാമത്തെ ആമത്തിലിട്ട് പൂട്ടി 3 അറകൾക്കുള്ളിൽ അവിടെ കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ട് പൗലോസിനെയും ശീലാസിനെയും അതിന് കാവൽ നിന്ന പടയാളിയെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിച്ചവനാണ് റൂഹ. റൂഹ ബലവാനാകുന്നു. റൂഹ സർവശക്തനാകുന്നു. റൂഹ പ്രകൃത്യാ തന്നെ നിർമ്മലനാണ്, വിശുദ്ധനാണ്. വിവിധതരം വ്യാപാരങ്ങളോട് കൂടിയവനാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ തരത്തിലുള്ളത്. അതൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിക്കുക. ദിവ്യ ദാനങ്ങളുടെ ഉറവയുമാകുന്നു. എല്ലാം അവനിലൂടെയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ശുശ്രൂഷയുടെ ശ്രദ്ധയിൽ നിന്ന് ഇപ്രകാരം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പാറകലീത്തായ ദൈവം, പാറകലീത്ത എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ്, പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു. പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു റൂഹ. അവൻ ആചാര്യത്വം നൽകുന്നവനും എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെ രൂപപ്പെടുത്തുന്നവനും മാമോദീസായെ പൂർണ്ണമാക്കുന്നവനും കൂദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ ഓർത്തുകൊള്ളണം, ആചാര്യത്വം നൽകുന്നവനാണ്, മാമോദീസായെ പൂർണ്ണമാക്കുന്നവനാണ്. അപ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾ ശിശുസ്നാനമല്ലേ സ്വീകരിച്ചത്, നിങ്ങൾ വീണ്ടും സ്നാനപ്പെടണ്ടേ, നിങ്ങളുടെ ശിശുസ്നാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. എന്താണ്? മാമോദീസായെ പൂർണ്ണമാക്കുന്നവനാണ്, ഇടയ്ക്കിട്ട് പോകുന്നവനല്ല, പൂർണ്ണമാക്കുന്നവനാണ് മാമോദീസായെ. കൂദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു. കൂദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു റൂഹ. റൂഹ ആഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനാകുന്നു. ആഴമേറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ജഡിക പാപങ്ങൾ അനവധി കാലങ്ങളായി ഒളിഞ്ഞു കിടക്കുന്നത്. ദാവീദിൻ്റെ പാപങ്ങളെയൊക്കെ നാഥാൻ പ്രവാചകനെ അയച്ച് വെളിപ്പെടുത്തിയതുപോലെ റൂഹ ആഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ട് കുമ്പസാരിക്കാൻ പോകുന്നവർക്ക് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന എൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ പാപങ്ങളവരെയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം കുമ്പസാരിക്കാൻ പോകാൻ.
റൂഹ നിഗൂഢ കാര്യങ്ങൾ സംസാരിക്കുന്നവനും, നിഗൂഢ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആന്തരികമായിട്ടേറ്റിട്ടുള്ള മുറിവുകൾ കുഞ്ഞുനാൾ മുതൽ ആന്തരികമായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് കടന്നു വന്ന്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിഗൂഢമായ, ഒരിക്കലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെയും നമ്മളോട് സംസാരിക്കും. ചില ആളുകൾ ധ്യാനത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു കാര്യങ്ങൾ ആ ബ്രദർ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ആ അച്ഛൻ പറഞ്ഞു തന്നു, ആ സിസ്റ്റർ പ്രാർത്ഥിച്ച്, ആ സിസ്റ്റർ കണ്ണടച്ച് വരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്നു, ഇന്ന കാര്യങ്ങൾ ദർശനത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല റൂഹ ഭാവി സംഗതികൾ അറിയിക്കുന്നവനാണ്. ഭാവി, നീ ഇന്നൊരാളായിത്തീരുമെന്ന്, അല്ലെങ്കിൽ നീ ഇന്നതായിത്തീരുമെന്ന്, നിൻ്റെ അവസ്ഥ ഇന്നതാകുമെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നവനാണ്, അറിയിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭാവി കാര്യങ്ങൾ അറിയാൻ സത്യദൈവമല്ലാത്തടത്തൊന്നും പോകരുത്. വീട് താമസിക്കാൻ കൊള്ളാവുന്നതാണോ ഇല്ലയോ എന്നും ഓരോ സ്ഥാനക്കാരൻ്റെ അടുത്തും പോകേണ്ട കാര്യമില്ല. നല്ലൊരു എഞ്ചിനീയറെ വിളിച്ച് വരപ്പിച്ച് പ്ലാൻ വരച്ച് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങുക. അവൻ എന്താ പറയുന്നത്, ഭാവി സംഗതികൾ അറിയിക്കുന്നവനാണ്. ഇന്ന് ഭാവി പ്രവചിക്കുന്ന ആളുകളെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അവരോടൊക്കെയാണ് നമ്മൾ ചെന്ന് ചോദിക്കുന്നത് ഭാവി എന്താവുമെന്ന്. ക്രിസ്ത്യാനികൾ പോലും ജാതകം എഴുതിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഭാവി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനവധിയായ കാര്യങ്ങൾ ആത്മാവിനോട് ചോദിച്ച്, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യക്തമായി പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു, റൂഹ ആഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും, നിഗൂഢ കാര്യങ്ങൾ സംസാരിക്കുന്നവനും, ഭാവി സംഗതികൾ അറിയിക്കുന്നവനും, അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. ഹല്ലേലൂയ! അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് റൂഹായെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഒരു സ്നേഹിതനെ പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ! യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ! കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തത്താൽ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയാൻ ഈ പെന്തക്കോസ്തായുടെ ദിവസം ഞങ്ങൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും, തുടർന്ന് ഇന്ന് ഞങ്ങൾ കേട്ട ഈ ചിന്തകൾ, ഈ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അത്ഭുതകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൃപ നൽകണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ! ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു കാര്യവും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. മാമോദിസ മുങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ മാമോദിസ, അത് വലിയവരായാലും കുഞ്ഞുങ്ങളായാലും മുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമായ കർത്താവേ, അച്ഛൻ്റെ പ്രാർത്ഥനയാണ്, പുരോഹിതൻ്റെ പ്രാർത്ഥനയാണ്, ബലഹീനമായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഈ വെള്ളം ആത്മീയ ഉദരവും നാശമില്ലായ്മയെ വാർക്കുന്ന മൂശയുമായി തീരത്തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. മാമോദിസ തൊട്ടിയെക്കുറിച്ച് പറയുകയാണ്, ആത്മീയ ഉദരം. അതുകൊണ്ടാണ് കുർബാന മധ്യേ വിശുദ്ധ കുർബാനയ്ക്ക് ധൂപം വീശുമ്പോൾ മാമോദിസ തൊട്ടിയെയും വീശുന്നത്. അതൊരു വിശുദ്ധ പാത്രമാണ്, അതൊരു ആത്മീയ ഉദരമാണ്. ഒരാളെ ക്രിസ്ത്യാനിയാക്കുന്നത് മാത്രമല്ല, വിശുദ്ധനാക്കുന്നതാണ്, വിശുദ്ധനാക്കുകയാണ്. അവിടെ നാശമില്ലായ്മയെ വാർക്കുന്ന മൂശയും, അതാണ് മാമോദിസ. അല്ല, റൂഹ പൂർണ്ണമാക്കുന്നവനാണ്, മാമോദിസായെ പൂർണ്ണമാക്കുന്നവനാണ്. നമ്മൾ ആദ്യം കേട്ടു, അവിടെ നാശമില്ലാത്ത ഒരു മൂശയാണ്.
വാർത്തെടുക്കും. മൂശ എന്ന് പറഞ്ഞാൽ അത് വാർത്തെടുക്കുന്ന ഒരു പാത്രമാണല്ലോ. അപ്പോൾ വെള്ളം ആത്മീയ ഉദരവും നാശമില്ലായ്മ വാർക്കുന്ന മൂശയുമായി തീരക്കണം. നിന്റെ വിശുദ്ധാത്മ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മാമോദിസ മുങ്ങി ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. വീണ്ടും മുങ്ങാനൊന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. ആത്മനിറവോടുകൂടി നമുക്ക് വ്യാപരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ തിരുവിഷ്ടത്താലും നിൻ്റെ ഏകപുത്രൻ്റെ മനുഷ്യ സ്നേഹത്താലും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലും ഇത് നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയരുളുകയും ചെയ്യണമേ. എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലും നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയരുളുകയും ചെയ്യണമേ. അപ്പോൾ മാമോദീസ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു അവസ്ഥയല്ല. മാമോദീസ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവമാണ്. റൂഹ മാമോദീസായെ പൂർണ്ണമാക്കുന്നവനാണ്. അപ്പോൾ ഈ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുന്നതാണ് പെന്തക്കൊസ്തിയുടെ ഓർമ്മ. പെന്തക്കൊസ്തിയുടെ ഓർമ്മ അതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് അതിനെ പെരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത്. പെന്തക്കൊസ്ത പെരുന്നാൾ. വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ആ ദിവസം. ഏത് ഭക്ഷണമാണോ ആ കാലത്ത് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നത്. എൻ്റെയൊക്കെ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ചക്ക ഇറച്ചിയാണ് ഈ നാട്ടിലൊക്കെ ആളുകൾ പെന്തക്കൊസ്ത പെരുന്നാൾ ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം എന്താ? നമ്മളെ വീണ്ടും പൂർണ്ണമാക്കുന്ന ഈ മൂശ, പൂർണ്ണമാക്കുന്ന ഈ ആത്മീയ ഉദരം, അത് പുരോഹിതൻ ആശീർവദിച്ച ആ ശുദ്ധജലം നമ്മളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വിശുദ്ധി, ആ പുതുക്കത്തിൻ്റെ ആത്മാവ്, ആ പുതു ചൈതന്യം, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ എന്താണ്? 104-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം, നീ നിൻ്റെ ആത്മാവിനെ അയക്കുന്നു, നീ നിൻ്റെ ആത്മാവിനെ അയക്കുന്നു, അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമുഖത്തെ പുതുതാക്കുകയും ചെയ്യുന്നു. അവ സൃഷ്ടിക്കപ്പെടുന്നു, പുതുതായി പണിയപ്പെടുന്നു. അപ്പോൾ എത്ര ശ്രേഷ്ഠമായ ഒരു സഭയാണ് സത്യസുറിയാനി സഭ. യാക്കോബായ സുറിയാനി സഭയുടെ ഈ പെന്തക്കൊസ്ത പെരുന്നാളെന്ന് പറഞ്ഞാൽ അവഗണിക്കാവുന്നതാണോ? അല്ലെങ്കിൽ അലംഭാവത്തോടെ പങ്കെടുക്കാവുന്നതാണോ? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. സത്യത്തോടും നീതിയോടും വിശുദ്ധിയോടും കൂടി സംബന്ധിക്കേണ്ട ഒരു പെരുന്നാളാണ്. ഇനിയും നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, കുറേ ദിവസങ്ങൾ മുമ്പേ നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് കേട്ടുകൊണ്ടിരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.